പാചകവാതക ക്ഷാമം മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രതിസന്ധിയാകുന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ആനച്ചാലിലടക്കം വിവിധ ഹോട്ടലുകൾ അടച്ചു. നിലവിലെ സ്ഥിതി തുടർന്നാൽ വരും ദിവസങ്ങളിൽ മറ്റു ഹോട്ടലുകളും അടച്ചിടേണ്ടി വരുമെന്ന് കട ഉടമകൾ പറയുന്നു. തുറന്ന് പ്രവർത്തിക്കുന്ന പല ഹോട്ടലുകളും വിഭവങ്ങളുടെ എണ്ണം ചുരുക്കി. അമേരിക്ക ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ പാചകവാതകക്ഷാമം മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും പ്രതിസന്ധിയാവുകയാണ്. ഹോട്ടലുകളെയാണ് ക്ഷാമം പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത്. പാചകവാതകമില്ലാതായതോടെ ആനച്ചാലിലടക്കം വിവിധ ഹോട്ടലുകൾ അടച്ചു. നിലവിലെ സ്ഥിതി തുടർന്നാൽ വരും ദിവസങ്ങളിൽ മറ്റു ഹോട്ടലുകളും അടച്ചിടേണ്ടി വരുമെന്ന് കട ഉടമകൾ പറയുന്നു. സീസൺ കാലത്തും പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് ഉള്ളത് കാരണം. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഹോട്ടല് ഇപ്പോൾ 2 ദിവസമായി ഇവിടെ ഗ്യാസിന്റെ വിതരണം നിലച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ ഇപ്പൊ അത് കാരണം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള രീതിയിൽ പലപ്പോഴും നമ്മുടെ മെനു ഒന്ന് കട്ട് ഡൗൺ ചെയ്ത് ഗ്യാസ് ഉപയോഗം കുറച്ചിട്ടുള്ള ഡിഷസ്, അതായത് ഇപ്പൊ തന്തൂരി ഡിഷസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചാർക്കോള് മതി. അതുപോലെ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഡീപ് ഫാറ്റ് ഫയറിനോട്ട് മാറ്റിയിട്ട്, അതായത് ഗ്യാസ് ഉപയോഗിക്കാത്ത രീതിയിൽ ചെയ്ത് അങ്ങനെ പല രീതിയിൽ നോക്കുന്നുണ്ട്. തുറന്നു പ്രവർത്തിക്കുന്ന പല ഹോട്ടലുകളും വിഭവങ്ങളുടെ എണ്ണം ചുരുക്കി. ചില ഹോട്ടലുകളിൽ ഉച്ചയൂണ് മാത്രമാണ് ലഭിക്കുന്നത്. അൽഫാം, ഷവർമ പോലുള്ള വേവ് കൂടിയ വിഭവങ്ങൾ പാടെ നിർത്തി. വിറകിന് വില കൂടിയതിനൊപ്പം ലഭ്യത കുറവുമുണ്ട്. ഹോട്ടലുകൾ അടച്ചാൽ ഉടമകൾക്കൊപ്പം തൊഴിലാളികളുടെയും വരുമാനം നിലയ്ക്കും. ഭക്ഷണ ആവശ്യങ്ങൾക്കായി ഹോട്ടലുകളെ മാത്രം ആശ്രയിക്കുന്നവരും പ്രതിസന്ധിയിലാകും. നിലവിൽ മൂന്നാറിലേക്കിപ്പോൾ കാര്യമായി സഞ്ചാരികൾ എത്തുന്നില്ല. എന്നാൽ ഏപ്രിൽ മാസം മുതൽ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്ക് ആരംഭിക്കും. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ വിനോദസഞ്ചാര മേഖലയ്ക്കത് വലിയ തിരിച്ചടിയാകും. സിറ്റി വിഷൻ മൂന്നാർ.